പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നല്ലവൻ, കർത്താവ് വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ നന്ദി പറയാനും നന്ദിയോടെ സ്തുതിക്കാനും വാഴ്ത്താനെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി. കർത്താവ് വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ഓൺലൈൻ മീറ്റിങ്ങിന് ഞങ്ങൾ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കൈകളിൽ ആണികളുടെ പാടുകളേറ്റത് കർത്താവെ ഞങ്ങൾക്ക് വിടുതൽ തരാനാണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ അടിപ്പിണരുകൾ അവരുടെ സൗഖ്യത്തിനായി നന്ദി. എല്ലാ വേദനകളും അസ്വസ്ഥതകളും ഞങ്ങളിന്ന് മാറ്റുന്നതിനായി നന്ദി. ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വരാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ. കർത്താവ് ഇന്ന് ജീവിതങ്ങളെ അനുഗ്രഹിക്കണം, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഉടഞ്ഞവരെ അവിടുന്ന് ഇന്ന് ശക്തീകരിക്കണം, തളർന്നവരെ അവിടുന്ന് താങ്ങണം, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുമാറാകണം. കർത്താവ് ഇന്ന് അനേക അധ്വരങ്ങളിൽ സ്തുതിയും ഗീതങ്ങളും എല്ലാം വരുവാൻ കർത്താവ് കൃപ നൽകുമാറാകണം എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ, അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി, മഹത്വം കുറിച്ച് അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മൾ ഹല്ലേലൂയ ഒരു പാട്ട് പാടാൻ പോവാണ്. നമ്മൾ പാടാൻ പോകുന്ന പാട്ട് മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ കടന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദാസൻ സുഖമില്ലാതെ, അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കാരൻ സുഖമില്ലാതെ ഭവനത്തിലായിരിക്കുന്നു. യേശു അദ്ദേഹത്തോട് പറയാണ്, ഞാൻ വരാം അദ്ദേഹത്തെ സൗഖ്യമാക്കാൻ വേണ്ടി. അദ്ദേഹം യേശുവിനോട് പറയാണ്, അവിടുന്ന് വരണ്ട യേശുവേ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ധാരാളം പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്ന് അറിയാം? യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. യേശു ഒരു വാക്ക് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ ഒരു വാക്ക്, ഹല്ലേലൂയ, യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് രോഗങ്ങളെ മാറ്റും, വാതിലുകളെ തുറക്കും. യേശുവിൻ്റെ ഒരു വാക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരും. യേശുവിൻ്റെ ഒരു വാക്ക് കടലിനെ അടക്കും. യേശുവിൻ്റെ ഒരു വാക്ക് തിരമാലകളെ ശാന്തമാക്കും. യേശുവിൻ്റെ ഒരു വാക്ക് മുങ്ങുന്നവനെ പൊക്കുവാനിടയാകും. യേശുവിൻ്റെ വാക്കിന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പ്രിയ അനിൽ അടൂര് ഈ പാട്ട് എഴുതിയത്. ഹല്ലേലൂയ. എന്താണ്? പ്രൈസ് ദി ലോർഡ്. അനിൽ അടൂർ ഈ പാട്ട് എഴുതിയത് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പോരാത്തവനാണ് എന്നുള്ള പാട്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്ത ഈ പാട്ടുകൾ പാടി. ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കു മതി, എനിക്കത് മതിയേ. 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 പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണ്. പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ നിൽപ്പാനും പോരാത്തവനാണ്.
അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാടുന്നില്ലേ, അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാടുന്നില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്നുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എനിക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും പോരാത്തവനാണ്. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലെ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലെ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും എൻ പിഴവ് നീ പറഞ്ഞ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. എനിക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മളീ പാട്ടുകാരൻ പറയുന്നതുപോലെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അയോഗ്യതകൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ചിലപ്പോൾ നമുക്ക് തടസ്സമായിരിക്കാം. പക്ഷേ ഇന്ന് ദയവായിട്ട് വിശ്വസിക്കുക, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. കർത്താവിൻ്റെ ഒരു വാക്കിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. കർത്താവിൻ്റെ ഒരു വാക്കിന് നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളെല്ലാം ഉള്ളൊരു ജീവിതമാണ് നിങ്ങളുടെതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇതുവരെ മുമ്പോട്ട് വഴികളെ തുറക്കാത്തൊരു ജീവിതമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന്റെ ഈ ഒരൊറ്റ വാക്കിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഭാവിയെ മാറ്റാൻ കഴിവുള്ള വേറെ ആരും ഈ പ്രപഞ്ചത്തിലില്ല.
നമ്മുടെ കർത്താവിന്, നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നമ്മളെ കണ്ട നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റുവാനും മറിക്കുവാനും രൂപാന്തരപ്പെടുത്താനും കഴിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കൊരിക്കൽ കൂടി നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനത്തിലേക്ക് യേശുവിന് വരാൻ പ്രൈസ് ദി ലോർഡ് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയിക്കാം. പക്ഷെ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാൻ ഇഷ്ടമാണ്. ഇന്ന് ആരെങ്കിലും എൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവരുണ്ടെങ്കിൽ, ഇനിക്ക് ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ എൻ്റെ പിന്നാലെ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയം ഞാൻ അങ്ങേയ്ക്കായി തുറന്നു തരുന്നു. യേശു കർത്താവെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. അവിടുന്ന് എന്നെ ശുദ്ധീകരിക്കണം, അവിടുന്ന് എന്നെ നിറയ്ക്കണം, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്യണം. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കും. അവിടുന്ന് ഇടപെടുന്നതിന് നന്ദി, മഹത്വം വീഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ദിവസത്തിനായിട്ട് നന്ദി. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നത്, പ്രാരംഭത്തിൽ നമ്മളെല്ലാ ദിവസവും ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് 91-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ബൈബിളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 91-ാമത്തെ സങ്കീർത്തനം. നമ്മൾ അതിൻ്റെ ചില വാക്യങ്ങൾ ആണ് നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ 13-ാമത്തെ വാക്യമാണ് വായിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നിങ്ങൾ ഹല്ലേലൂയ, സിംഹത്തെയും അണലിയെയും നിങ്ങൾ ചവിട്ടും. പ്രൈസ് ദി ലോർഡ്. അത് പറയാണ്. എന്താണ്? സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളെയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ പാടിയ പാട്ടിനെ കുറിച്ച് എനിക്കൊരു കറക്ഷൻ പറയാനുണ്ട്. അത് പാസ്റ്റർ അനിലായിട്ട് പാടിയതാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസ റെജി നാരായണൻ എഴുതിയ പാട്ടാണത്. കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി കർത്താവ് ഈ അഭിഷിക്തന്മാരെയൊക്കെ ഉപയോഗിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവരെഴുതിയ, ഈ അഭിഷിക്തന്മാരെഴുതിയ പാടിയ അനേകം പാട്ടുകൾ നമുക്ക് ദൈവസഭയ്ക്ക് പാടാനായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് 91-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ 14-ാമത്തെ വാക്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം, 91-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 14-ാമത്തെ വാക്യം പറയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വീണ്ടും പറയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർ, കർത്താവിന്റെ ഹല്ലേലൂയ മറവിൽ ഹല്ലേലൂയ വസിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഈ 91-ാമത്തെ സങ്കീർത്തനം, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പ്രൈസ് ദി ലോർഡ് 91-ാമത്തെ സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയാണ്, ബിക്കോസ് ഹി ഹസ് സെറ്റ് ഹിസ് ലവ് upon me, therefore I will deliver him. I'll set him on high because he has known my name. Praise the Lord. ദൈവത്തിന്റെ വചനം പറയാണ്. Praise the Lord. Praise the Lord. Because he has set his love upon me, therefore I will deliver him. ദൈവത്തിന്റെ വചനം പറയാണ്. മലയാളത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്നാണ്. Praise the Lord. ഇംഗ്ലീഷ് പറയാണ്, he has set his love upon me. Praise the Lord. നിങ്ങൾ എന്നെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഹൃദയം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലെ ഹല്ലേലൂയ നമ്മുടെ സ്നേഹം ആരോടാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ലൈഫിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആരെ സ്നേഹിക്കും? ഇന്ന് രാവിലെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടു. പാസ്റ്റർ ബെനറ്റ് നമ്മളോട് പറയുന്നത്, ദൈവത്തിനെല്ലാം പൂർണ്ണമായിട്ടാണ് വേണ്ടത്. പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ് എടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഈ 91-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയാണ്, ബിക്കോസ് ഹി ഹസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പ്രൈസ് ദി ലോർഡ്, അവന്റെ സ്നേഹം, ഹല്ലേലൂയ, സെറ്റ് ചെയ്തിരിക്കുന്നത്, അവന്റെ സ്നേഹം, നിങ്ങളുടെ സ്നേഹം, പ്രൈസ് ദി ലോർഡ്, സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്റെ മേലായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മലയാളത്തിൽ ഞാൻ പറഞ്ഞ പോലെ എഴുതിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, അവൻ എന്നോട് പറ്റിയിരിക്കൊണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻഗദീവിലൊക്കെ പറയുന്നത്, ഹി ഹസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്നേഹം പൂർണ്ണമായിട്ട് അവൻ സ്നേഹിക്കുന്ന ആരെയാണ്?
ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നമ്മൾ ഉപവാസത്തോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്നേഹത്തെ ആരുടെ നേരെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ലോകത്തുള്ള ഏതെങ്കിലും വസ്തുവിന്റെ മേലാണോ? നശിച്ചു പോകുന്ന മനുഷ്യരുടെ മേലാണോ? നശിച്ച് മണ്ണായി പോകുന്ന എന്തിൻ്റെയും മേലാണോ? മറിച്ച് നിത്യതയിൽ എന്നേക്കും നിലനിൽക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ നേരെയാണോ പ്രൈസ് ദി ലോർഡ് നമ്മുടെ സ്നേഹം സെറ്റ് ചെയ്തിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറയാണ്, ബിക്കോസ് ഹി ഹസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. പ്രൈസ് ദി ലോർഡ്. അവന്റെ സ്നേഹത്തെ എന്റെ നേരെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഒത്തിരി പദവികൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലരും അവരുടെ എളിമ കൊണ്ടൊക്കെ പറയും, എനിക്കൊന്നും വേണ്ട, അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറയും. അല്ല, ദൈവത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ കൊടുത്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ സമർപ്പിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പ്രാർത്ഥിച്ചും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലായ്പ്പോഴും ജയാളിയാണ്. കർത്താവ് പറയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കുക. ബിക്കോസ് ഹി ഹസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. ഹല്ലേലൂയ. അവന്റെ സ്നേഹം എന്നോട് എന്റെ നേരെ ഹല്ലേലൂയ അങ്ങനെ പറ്റിയിരിക്കുകൊണ്ട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. Therefore I'll deliver him. കർത്താവ് പറയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറ്റിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. വിരോധമില്ല നാം എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഞാൻ അവനെ വിടുവിക്കും. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. കണ്ടീഷൻ പ്രൊവൈഡഡ്. എന്താണ്? ജസ്റ്റ് ലവ് ഹിം. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. ഇപ്പൊ 91 സങ്കീർത്തനം 14 വാക്യത്തിൽ പറയാണ്, ഹല്ലേലൂയ, ബിക്കോസ് ഹി ഹസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. അവന്റെ സ്നേഹത്തെ എന്റെ നേരെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കുന്നുണ്ട്. മലയാളത്തിൽ അത് പറയുന്നത്, അത് ആ ഒരു ഭാഗം പറയാനായിട്ട് ആലരി വിശദീകരിക്കാനും ആയിട്ടുള്ള ഒരു വാക്ക് സൂചിപ്പിക്കാനുള്ള വാക്ക് പറ്റിയിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ ഒരു കുഞ്ഞു തന്റെ അമ്മയോട് പറ്റിയിരിക്കുന്ന പോലെ, ഹല്ലേലൂയ, മാറോട് പറ്റിയിരിക്കുന്ന പോലെ, ഹല്ലേലൂയ, ഈ വ്യക്തി കർത്താവിനോട് പറ്റിയിരിക്കുന്നുണ്ട്. കർത്താവ് പറയാണ്, കർത്താവ് എന്ത് ചെയ്യും? ഞാൻ അവനെ വിടുവിക്കും. ഐ വിൽ ഡെലിവർ ഹിം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് എന്റെ വാക്കുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ തയ്യാറായാൽ, യേശുക്രിസ്തുവിന്റെ ഹൃദയത്തോട് പറ്റിയിരിക്കാൻ തയ്യാറായാൽ, യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറായാൽ, യേശു നിങ്ങളെ വിടുവിക്കും. എന്ത് വിഷയമാണെങ്കിലും ശരി, അതിൽ നിന്ന് കർത്താവ് വിടുവിക്കും. വചനത്തിന്, വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. പ്രോമിസുകൾ ഒരിക്കലും ആരെയും മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും നിറവേറാതിരിക്കത്തില്ല. അത് നമ്മുടെ ശരീരം നിർജ്ജീവമായാലും, നമ്മുടെ ഭൂമിയിലെ ആയുസ് തീരാറായെന്ന് തോന്നിയാലും, ദൈവം ആയുസ് നീട്ടി തന്ന് ശരീരത്തെ പുതുക്കി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനം പറയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ, പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ എന്താ പറയുക? ഐ വിൽ ഡെലിവർ ഹിം. ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ വചനം നമ്മളോട് പറയാണ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ പറ്റിയിരുന്നാൽ മതി, കർത്താവ് നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് നമ്മെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. 2, ഹല്ലേലൂയ, തീർന്നില്ല. കർത്താവിനോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് കർത്താവ് വിടുവിക്കുക മാത്രമല്ല, കർത്താവ് പറയാണ്, ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയാണ്, കർത്താവിന്റെ വചനം പറയാണ്, ഐ വിൽ സെറ്റ് ഹിം ഓൺ ഹൈ ബിക്കോസ് ഹി ഹാസ് നോൺ മൈ നെയിം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തെ അറിയുകയാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറയാണ്, അവൻ കർത്താവിന്റെ നാമത്തെ അറിയുകയാൽ, ഹല്ലേലൂയ, ബിക്കോസ് ഹി ഹാസ് നോൺ മൈ നെയിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാ, ബിക്കോസ് ഹി ഹാസ് നോൺ മൈ നെയിം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ നാമത്തെ നിങ്ങൾക്കറിയോ? ദൈവം നമുക്ക് തന്നിട്ടുള്ള, ഹല്ലേലൂയ, ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏത് സമയം നമുക്ക് ഉപയോഗിക്കാനായി, ഏത് സമയം നമ്മുടെ രക്ഷയ്ക്കായി, ഏത് സമയം നമ്മുടെ വിടുതലിനായി, ഏത് സമയം നമ്മുടെ ആശ്രയമായി, ഏത് സമയം നമ്മുടെ ഹല്ലേലൂയ ആലംബമായി, ഏത് സമയം നമ്മുടെ മറവിടമായി ദൈവം നമുക്ക് നൽകിയത് യേശു എന്ന നാമമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് പറയാണ്, അവൻ എന്റെ നാമത്തെ അറിയുക. ഹല്ലേലൂയ. യേശു എന്നൊരു നാമം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ യേശുവിന്റെ നാമത്തെ
നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. യേശുവിന്റെ നാമത്തെ നമ്മൾ ഒരിക്കലും ഉദാസീനമായിട്ട് വിചാരിക്കരുത്. ഈ യേശു എന്ന നാമത്തിന്റെ അകത്ത് ആരൊരു വിടുതലുണ്ട്. പാപത്തിൽ നിന്നുള്ള വിടുതലുണ്ട് യേശു എന്ന നാമത്തിൽ. രോഗത്തിൽ നിന്നുള്ള വിടുതലുണ്ട് യേശുവിന്റെ നാമത്തിൽ. ശാപത്തിൽ നിന്നുള്ള വിടുതലുണ്ട് യേശു എന്ന നാമത്തിൽ. നരകത്തിൽ നിന്നുള്ള വിടുതലുണ്ട് യേശു എന്നുള്ള നാമത്തിൽ. ഹല്ലേലൂയ. വചനം പറയാം, അവൻ എന്റെ നാമത്തെ അറിയുക. പ്രൈസ് ലോർഡ്. യേശുവിന്റെ നാമത്തെ അറിയണം. നിങ്ങൾക്ക് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ അറിയുക. കർത്താവിന്റെ നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവത്തിന് പല നാമങ്ങളുണ്ട്. യഹോവ ഈരെ എന്നുള്ള നാമമുണ്ട്, യഹോവ റാഫ എന്നുള്ള നാമമുണ്ട്. യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, ദാതാവ് അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നവൻ. ഹല്ലേലൂയ. അടുത്ത എന്താണ്? യഹോവ റാഫ എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ സൗഖ്യദായകൻ. യഹോവ ഷാലോം എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ സമാധാനം. യഹോവ ഷമ്മ എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ കൂടെ ഇരിക്കുന്നവൻ. യഹോവ മക്കഡേഷ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നീതീകരിക്കുന്നവൻ. ഹല്ലേലൂയ. യഹോവ സിഗ്ദനു എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ വിശുദ്ധീകരിക്കുന്നവൻ. പ്രൈസ് ലോർഡ്. ഇമ്മാനുവൽ വേറൊരു നാമമാണ്, ദൈവം എന്നോട് കൂടെ. വചനം പറയാണ്, അവൻ എന്റെ നാമത്തെ അറിയുന്നു. പ്രൈസ് ലോർഡ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ പഴയ നിയമത്തിലെ നാമങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പ്രൈസ് ലോർഡ്. നോ പ്രോബ്ലം. നിങ്ങൾ ഒരൊറ്റ നാമം അറിഞ്ഞാൽ മതി. എല്ലാ നാമം ഉൾക്കൊള്ളുന്ന ഒരു നാമം. ആ നാമമാണ് യേശു എന്നുള്ള നാമം. പ്രൈസ് ലോർഡ്. യേശു എന്നുള്ള നാമത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്, യേശു എന്ന നാമം. ആലോചിച്ച് അവൻ എന്റെ നാമത്തെ അറിയുക. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നാമത്തെ അറിയുന്നവരെ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എല്ലാവരും പറയും ഉയർത്തും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രൈസ് ലോർഡ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. രണ്ട്, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ പ്രൈസ് ലോർഡ് ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. I will, hallelujah, വചനം പറയാം, I will set him on high. Praise the Lord. നേരത്തെ പറയണ, because he set his love upon me. അവന്റെ സ്നേഹത്തെ എന്റെ മേൽ വെച്ചതുകൊണ്ട് ദൈവം നമ്മളെ സെറ്റ് ചെയ്യും. എവിടെ? ഓൺ ഹൈ, ഉന്നതങ്ങൾ, ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിന്റെ നാമത്തെ അറിയണം. യേശു എന്നുള്ള നാമത്തെ അറിയണം. വിരോധമില്ല എന്ന് പറഞ്ഞാട്ടെ, യേശു. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, യേശു. യേശു എന്നുള്ള നാമത്തെ അറിഞ്ഞാൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ഉയർത്തും, ഉയർത്തും, ഉയർത്തും. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രണ്ട് വാഗ്ദത്തങ്ങൾ. കർത്താവിന്റെ നിഴലിൻ കീഴിൽ പാർക്കുക, കർത്താവിന്റെ ചെറുകിന്റെ കർത്താവിന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് 91-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്. നമ്മളെല്ലാവരും പലപ്പോഴും എല്ലാ ദിവസവും ഈ സങ്കീർത്തനത്തെ ഏറ്റു പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ അകത്തുള്ള ഓരോ വചനങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇതളുകൾ പോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, വാഗ്ദത്തങ്ങളെ, മനോഹരമായ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവിക വാഗ്ദത്തങ്ങളുടെ ശലകങ്ങളെ ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്നത് നമ്മളത് അറിയണം. നമ്മളത് എന്തിനാണ് നമ്മൾ അറിയുമ്പോൾ? വചനം പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ ദൈവത്തിന്റെ വചനമാണ് സത്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാകുന്ന സത്യം നമ്മൾ അറിയുമ്പോൾ ആ ഒരു മണ്ഡലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം വരും. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വതന്ത്രരാകണമെന്നാണ്. രണ്ട് കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഹല്ലേലൂയ. 91-ാമത്തെ സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, നമ്മൾ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കുന്നുകൊണ്ട്, രണ്ട്, കർത്താവിന്റെ നാമത്തെ അറിയുന്നുകൊണ്ട് കർത്താവ് പറയാണ്, ഒന്ന്, കർത്താവ് നമ്മളെ വിടുവിക്കും. രണ്ട്, കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ഉയർത്തും. I will set him on high. ഹല്ലേലൂയ. എന്തൊരു വാക്കാണെന്നറിയോ? എന്തൊരു വാഗ്ദത്തമാണത്. ഞാൻ അവരെ ഉയർത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? നമ്മൾ പഴയ നിയമം എല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കിന് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെല്ലാം കാണും, കർത്താവിനെ മാനിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവമാണ് ദൈവം. ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? കർത്താവിനെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ ഒരു ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടാവണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം അവരെ അങ്ങ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവർ കൃഷിഫലത്തെ അബ്രാമിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. അവരൊക്കെ ഒന്നുമില്ലാതെ ഇറങ്ങി വന്നവരാണ്. പക്ഷെ ദൈവം അവരെ പ്രഭുക്കന്മാരാക്കി. രാജാക്കന്മാർ അവരെ കണ്ടപ്പോൾ വണങ്ങി. അവർ പട്ടണവാതിക്കലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ അതുവഴി കടന്നു വരുന്ന രാജാക്കന്മാർ അവരെ നമസ്കരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ രീതിയിലേക്ക് ദൈവം അവരെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഇന്ന് പുതിയ നിയമത്തിൽ ഇതിന് വേറെ അർത്ഥങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ദൈവം 91-ാമത്തെ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മളോട് പറയാം, നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമ്മളെ വിടുവിക്കും. ഇന്നത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണ് ഉള്ളത്, അതിൽ നിന്ന്
ദൈവം നിങ്ങളെ വിടുവിക്കും. സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. ശാരീരിക പ്രതിസന്ധിയാണെങ്കിൽ ദൈവ സൗഖ്യം നൽകി ദൈവം നിങ്ങളെ വിടുവിക്കും. അസമാധാനമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമാധാനം തന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. നിങ്ങള് മറ്റ് എന്തെങ്കിലും വിഷയങ്ങളിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിൽ, ആകുലതകളിലോ ടെൻഷനുകളിലാണെങ്കിൽ ഒന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. 2, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. അവന്റെ നാമത്തെ അറിയണം. യേശുവിന്റെ നാമത്തിന് ഹല്ലേലൂയ വലിയ ശക്തിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ബൈബിൾ നമ്മളോട് പറയുന്നത് യേശുവിന്റെ നാമത്തിങ്കിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ എല്ലാം മുടങ്ങാല്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിലെല്ലാം ഇതിൽ ആരെങ്കിലും ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആത്മമണ്ഡലത്തിലുള്ള ചിലര്, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ചിലര്, അല്ലെങ്കിൽ അധോലോകത്തിലുള്ള പൈശാചിക മണ്ഡലത്തിലുള്ള ദുരാത്മാക്കളുമായി, ഡീമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അശുദ്ധാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലര് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിലെ ഈ 3 പേരിൽ ആരെങ്കിലും ഒരു കൂട്ടര് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അത്ഭുതകരമായ കാര്യം, അവന്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 3 മണ്ഡലത്തിൽപ്പെട്ട മുട്ടുകളും മടങ്ങും. യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ ഒക്കെ മുഴങ്കാലും മടങ്ങും, എല്ലാം മടങ്ങും. പക്ഷെ നമ്മൾ അവന്റെ നാമത്തെ അറിയണം. കർത്താവ് എന്റെ നാമത്തെ അറിയുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. 2, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് നിങ്ങളെ വിടുവിക്കും. കർത്താവ് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ നിങ്ങൾ ഉയർന്ന് കാണാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങൾ താഴ്ന്നു കാണാനല്ല. പല ആളുകളും പറയുന്നത്, ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ നല്ല നിലയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ്, ബ്രദറെ എന്റെ ജീവിതം അങ്ങനെ ഇങ്ങനെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശരിക്കും യേശുവിന്റെ നാമത്തെ അറിയാമല്ലോ. ആ നാമത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അതിലൊരു വിരോധമായി നിൽക്കുന്ന പ്രൈസ്, ആ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സമയമാകുമ്പോഴത്തേക്കിന് ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് തോക്ക് ഉപയോഗിക്കാൻ ഹല്ലേലൂയ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ ഓരോ ആയുധങ്ങൾ, ഒരു മിലിറ്ററിയിലുള്ള ഒരാൾക്കാണെങ്കിൽ അവർക്ക് ആയുധം ഉപയോഗിക്കാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവം നിങ്ങൾക്ക് എനിക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? അത് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തെ അറിയാൻ നിങ്ങൾക്ക് ഉയർച്ചയാണ്. യേശുവിന്റെ നാമത്തെ അറിയാൻ ദൈവം നിങ്ങളെ ഉയർത്തുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിന്റെ നാമത്തെ അറിയാനായി വിട്ടുകൊടുക്കണം, അറിയാനായി ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ എന്നൊന്ന് പറയണം. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചുമ മാറട്ടെ. യേശുവിനത് വയറുവേദന മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പനി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ബാധകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നമ്മൾ പറയാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ദയവായി വിശ്വസിക്കണം. എന്റെ കൂടെ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദത്തത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞങ്ങൾ മരണം വരെ, ഞങ്ങളുടെ ആയുസ് തീരുന്നത് വരെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങയോട് പറ്റിയിരിക്കണം. അങ്ങേ ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകണ്ട. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് തന്റെ മാതാവിനോട് ചേർന്നിരിക്കുന്ന പോലെ, ഒരു കുഞ്ഞ് തന്റെ പിതാവിനോട് ചേർന്നിരിക്കുന്ന പോലെ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് അങ്ങയോട് പറ്റിയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. ഈ വാഗ്ദത്തം ഇന്നുള്ളതുപോലെ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ വാഗ്ദത്തം നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിറവേറട്ടെ. ഈ വാഗ്ദത്തം നിറവേറട്ടെ. I will deliver him. I will deliver him. യേശുവിന് അത് വിടുതൽ നടക്കട്ടെ. ഞാനൊന്ന് വിടുവിക്കും. ഡെലിവറൻസ് നടക്കട്ടെ. എന്താണ് ബന്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ അഴിയട്ടെ. എന്താണ് ഒപ്രസ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. എന്താണ് മുന്നോട്ട് വിടാതെ തടസ്സമായിരിക്കുന്നത് ഇപ്പോൾ തന്നെ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. I will deliver him. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു ഡെലിവറൻസ് നടക്കട്ടെ. യേശുവിനത് ഡെലിവറൻസ് നടക്കട്ടെ. യേശുവിനത് ഡെലിവറൻസ് നടക്കട്ടെ. യേശുവിനത് വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. യേശുക്രിസ്തു മുഖാന്തരമുള്ള ഉയർച്ച ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള
വെളിപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം. ആരുടെ ഉയർത്തുന്നതിനാ നന്ദി. ഉയർച്ച നൽകിയതിനാ വന്നത്. അവിടുത്തെ വചനം പറയുന്ന പോലെ ഉയർച്ച വരുന്നത് കിഴക്കുനിന്നും പടിഞ്ഞാറൊന്നും തെക്കൊന്നും അല്ല, ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നത്. കർത്താവ് ഉയർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അവിടുത്തെ വാഗ്ദത്തങ്ങൾക്കായിട്ട് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്, ശാരീരികമായിട്ട് രോഗത്തിലായിരിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാജൻ ബ്രദർ ആൾറെഡി, അതുപോലെ തന്നെ ശാരീരിക പ്രയാസത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഓരോരുത്തരെയും ആലറിയ ചെറുതും വലുതുമായ രോഗങ്ങൾ, പനികൾ, ആലറിയ കോവിഡ് ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ്, കിടക്കയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദീർഘനാളുകളായിട്ട് ശാരീരിക പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ രോഗികളായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കേണ്ടതിന്, സൗഖ്യം നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സ്വയം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധി കർത്താവെ രോഗത്തെ ഭാരപ്പെടുത്തുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക കർത്താവെ മുരളിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാജൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഹല്ലേലൂയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ അടിപ്പിണരാനുള്ള സൗഖ്യം കർത്താവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഏൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ ഹല്ലേലൂയ വരണമേ. കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഹല്ലേലൂയ ഒരു വാക്ക് മതി, കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ അറിയുന്ന യേശുവേ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്താവെ അതുപോലെ ഹല്ലേലൂയ കർത്താവെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവർക്കും വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയായിട്ടായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തുടർന്ന് ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2:17. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയണം, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 17. ആക്ട്സ് 2:17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. Hallelujah. And it shall come to pass in the last days, says God, that I will pour out my spirit on all flesh. Your sons and your daughters shall prophesy. Your young men shall see visions, and your old men shall dream dreams. Praise the Lord. ദൈവത്തിന്റെ വചനം പറയാണ്. It shall come to pass in the last days, says God. ദൈവം പറയാം അന്ത്യകാലത്ത്. Praise the Lord. Hallelujah. ഇങ്ങനെ നിറവേറാനിടയാം. Hallelujah. അന്ത്യകാലത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നിങ്ങൾക്കും എനിക്കും അറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്താണ്? അന്ത്യകാലമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ ഹൃദയങ്ങൾ പൊല്യൂട്ടായിരിക്കുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ. സ്നേഹമില്ലാതിരിക്കുന്ന ഒരു കാലമാണ്. അവിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസം വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ അനേക കാര്യങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ പതിയെ ഹല്ലേലൂയ മഞ്ഞ് പോലെ ഹല്ലേലൂയ പാറിപ്പോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഹല്ലേലൂയ അത് പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി ആവിയായി പോകുന്നതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മള് കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. ആളുകൾ സുബോധം ഇല്ലാതെ ആളുടെ ജീവിതത്തിലേക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിയമങ്ങൾ പലതും ഹല്ലേലൂയ പാപത്തിന് അനുകൂലമായിട്ട് വരുന്നു.
പ്രൈസ് ദി ലോർഡ്. നീതി, വിശുദ്ധി, ഹല്ലേലൂയ, അങ്ങനെയുള്ള സ്നേഹം, ഇങ്ങനെയുള്ളതിനൊക്കെ ആ വിലയില്ലാത്ത ഒരു കാലം വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ പ്രൈസ് ലോകം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം, ആ ദൈവസഭയ്ക്കകത്ത് എന്താണ് നടക്കുന്നത്, ആത്മീകരായ മനുഷ്യരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, ദൈവം തെരഞ്ഞെടുക്കുന്ന, ദൈവം വിളിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയാണ് അപ്പോസ്തല പ്രവൃത്തി 2:17 പറയാണ്, ഇറ്റ് ഷൽ കം ടു പാസ് ഇൻ ദ ലാസ്റ്റ് ഡേ സേസ് ഗോഡ് that I will pour out my spirit on all flesh. കർത്താവ് പറയാണ്, I'll pour out my spirit on all flesh. കർത്താവ് പറയാണ്, ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സകല വ്യക്തികളുടെ മേലും ഞാൻ ആത്മാവിനെ പകരും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? അന്ത്യകാലാകുമ്പോഴത്തേക്കിന് എല്ലാ ദൈവമക്കളുടെ പേരും, എല്ലാ സഹോദരി സഹോദരന്മാരുടെ പേരും ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവിനെ പകരണം. പ്രൈസ് ദി ലോർഡ് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, അല്ലെങ്കിൽ ഹൃദയത്തിലെ ദൈവത്തിന്റെ ഒരു നിർണയം. ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങളോട് എന്നോട് ദൈവത്തിന്റെ വചനം പറയാണ്, സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. ആലടി അതിന് സഭാ വിഷയമല്ല, നമ്മളായിരിക്കുന്ന കൂട്ടായ്മയുടെ പേര് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരമാണ് പരിശുദ്ധാത്മാവ് വരുന്നതെന്ന് നമുക്കറിയാം. യേശുവിനെ അംഗീകരിക്കാൻ മനസ്സുള്ള സകല മനുഷ്യർക്കും ഹല്ലേലൂയ ലഭിക്കാൻ ഹല്ലേലൂയ അർഹതയുള്ള ഒന്നിനെ കുറിച്ചിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാം, that I will pour out my spirit on all flesh. ഹല്ലേലൂയ. എങ്ങനെ സകല ജഡത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് എന്ത് സംഭവിക്കും അറിയോ? ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ട് കഴിയുമ്പോൾ എന്തു സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഹല്ലേലൂയ, ആദ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് വലിയൊരു മാറ്റം സംഭവിക്കാനിടയാം. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന്റെ അകത്ത് വലിയൊരു വ്യത്യാസം സംഭവിക്കാനിടയാം. ഹല്ലേലൂയ. എന്താണ്? ഹല്ലേലൂയ. Your sons and your daughters shall prophesy. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങളുടെ പുത്രന്മാര്, നിങ്ങളുടെ പുത്രിമാര്, മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടാവും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കേണ്ടത്? എന്തിനാണ് നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കേണ്ടത്? എന്തിനാണ് നിങ്ങളും ഞാനും പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി വാഞ്ചിക്കേണ്ടതെന്നറിയോ? നിങ്ങളുടെ എന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങൾ ഞാൻ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ പുത്രന്മാരാ, നമ്മുടെ പുത്രിമാരാ. നാം മുഖാന്തരം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകളാണ്. അവരെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയോ? അവരുടെ മേലും ഇതേ ആത്മാവ് പകരപ്പെടും. അവരെന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ they shall prophesy. Praise the Lord. Hallelujah. അവിടെ പറയാണ്, അവരും പ്രവചിക്കും. Praise the Lord. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഈ അവരുടെ മേൽ ആദ്യം കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു പ്രവചനത്തിന്റെ ആത്മാവ് നമ്മുടെ മക്കളുടെ മേൽ വ്യാപരിക്കാൻ ഇടയാവും. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കാൻ ഇടയാവും. നമ്മുടെ ഭവനങ്ങളിലെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കാൻ ഇടയാവും. നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കാൻ ഇടയാവും. ഹല്ലേലൂയ. എന്ത് പ്രവചനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് പ്രൊഫസൈ വിൽ കം. ഹല്ലേലൂയ. അവർ ദൈവാലോചന പറയുന്നവരായി മാറും. ഇപ്പൊ അവർ മൊബൈൽ അഡിക്റ്റ് ആണെങ്കിൽ അവരുടെ അഡിക്ഷൻ വിട്ടുമാറും. അല്ലെങ്കിൽ അവർ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണെങ്കിൽ അവരുടെ അഡിക്ഷൻ എല്ലാം മാറും. അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അവർ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്, അവർ എൻകറേജ് ചെയ്യുന്നവരാവും, അവർ ബിൽഡ് ചെയ്യുന്നവരായിട്ട് മാറും. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ പണിയുകയും മറ്റുള്ളവരെ താങ്ങുകയും ചെയ്യും, മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. അതാണ് പ്രവചിക്കും എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. 1 കൊരിന്ത്യർ 14 പറയാണ്, പ്രവചിക്കുന്നവൻ മറ്റുള്ളവരുടെ എന്താണ് പ്രബോധനത്തിനും ആശ്വാസത്തിനും പിന്നെന്താണ് മറ്റുള്ളവർ ടു എൻകറേജ്, ടു എക്സോർട്ട് ആൻഡ് ടു കംഫർട്ട്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ളവരെ താങ്ങാൻ, ബലപ്പെടുത്താൻ എല്ലാം പ്രവചിക്കാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അതുകൊണ്ട് സഭ എന്നുള്ള നിലയിൽ, വ്യക്തികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞാനും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഔട്ട് പവറിംഗ് എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ വലിയ വൻ മഴ പെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പകർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഞാനും കാംക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, വാഞ്ചിക്കേണ്ട ആവശ്യമുണ്ട്, കൊതിക്കേണ്ട ആവശ്യമുണ്ട്,
പിതാവേ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ. കർത്താവേ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ. ഓ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നുള്ളൊരു വാഞ്ച നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹമാണ്. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിനെ പകരുക. അത് മാത്രമല്ല, praise the Lord, your young men shall see visions, hallelujah, and your older men shall dream dreams. Praise the Lord. ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങളുടെ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാരും വൃദ്ധന്മാരും എന്ന് പറഞ്ഞ യൗവനക്കാർക്കും വൃദ്ധന്മാർക്കും എല്ലാം പൊതുവായിട്ട് പറയുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുകയാണെന്നേ ഉള്ളൂ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന്, അവർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. രണ്ട്, അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ദർശനങ്ങളും തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവമാണ് നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ദർശനങ്ങളും തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരികയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വരികയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയ അയ്യോ ഇങ്ങനെ പോയാൽ പോരാ, ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വരികയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ബഹുമാനിച്ചു സ്നേഹിച്ചു കർത്താവിനെ ആരാധിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അത് ദൈവത്തിന്റെ പദ്ധതി അതിന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഫിലിപ്പിയർ 2:13 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഫിലിപ്പിയർ 2:13. ഹല്ലേലൂയ. നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അവിടെ പറയാണ്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ. പ്രൈസ് ദി ലോർഡ്. തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയാണ്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, പ്രൈസ് ദി ലോർഡ്, ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. ദൈവത്തിന്റെ സന്തോഷത്തിനായി, ദൈവത്തിന്റെ പ്ലാനിനായി, ദൈവത്തിന്റെ ഹിതത്തിനായി. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ രണ്ട് കാര്യം ചെയ്യുന്നത്. എന്താണ്? ടു വിൽ ആൻഡ് ടു ഡു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവം എന്ത് ചെയ്യും? ഒരു വില്ല്, ഇച്ഛിക്കുവാൻ ഒരാഗ്രഹം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ദൈവം എന്ത് തരും? ഒരു ടു വിൽ ആൻഡ് ടു ഡു. പ്രൈസ് ദി ലോർഡ്. ഒരു ഇച്ഛിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ദൈവം ആണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. For it is God who works in you. നിങ്ങളുടെ എന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു ഇച്ഛ തരുന്നത്, പ്രവർത്തിക്കാനായിട്ട് ഒരു പ്രേരണ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. അവിടുത്തെ പ്രസാദത്തിനായി, അവിടുത്തെ ഹിതം നിവൃത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവമാണ് ഇത് ചെയ്യുന്നത്. ഏതൊക്കെ? പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യം, ടു ഡു ആൻഡ് ടു വിൽ. ഇച്ഛിക്കുവാൻ വേണ്ടി, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ഇച്ഛിക്കാൻ വേണ്ടി, ഒരു കാര്യം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇച്ഛിക്കാൻ വേണ്ടി, പ്രവർത്തിക്കാൻ വേണ്ടി ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രേരണ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് പ്രേരണ തരുന്നത്. ദൈവ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ദൈവ ഉദ്ദേശം നിവൃത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ആഗ്രഹങ്ങളും, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമ്മൾ വിവേചിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ദൈവമാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? എന്ന് പറഞ്ഞ ദൈവം തരുന്ന ആഗ്രഹം എന്താണ്? എനിക്കും അതിന് ഒരു ദിവസം പ്രസംഗിക്കണം, എനിക്ക് ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കണം, എനിക്ക് ചില ദേശങ്ങളിലൊക്കെ പോയി കർത്താവിന്റെ നാമത്തെ ഉയർത്തണം, എനിക്കും കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്കും 4 പേരുടെ മുമ്പിൽ നിന്ന് എനിക്കും പ്രൈസ് ദി ലോർഡ് കർത്താവ് ചെയ്ത നന്മകളൊക്കെ ഒന്ന് വർണ്ണിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളെ തരുന്ന ആരാണ്? ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളെ തരുന്നത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കർത്താവാണ്. കാരണം എന്താണെന്നറിയോ? ദൈവം പറയാണ്, നീ എന്നും ഇങ്ങനെ ഇരുന്ന പോരാ, നിനക്കൊരു മാറ്റം വരണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഒരു പാട്ട് പോലും പാടിയിട്ടില്ല, ഇതുവരെ എനിക്ക് 4 പേരുടെ മുമ്പിൽ നിന്ന് നന്നായിട്ട് 2 വാക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഒരു മൈക്ക് തന്നാൽ അതിൽ കൂടി എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ജനത്തിന് മുമ്പിൽ ഒന്നും പറയാൻ അറിയത്തില്ല. സാരമില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളൊന്ന് അറിയണം എന്താണ്, ഒന്ന് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഇത്തരം ആഗ്രഹങ്ങളെ തരുന്നത്. ഇപ്പൊ നമുക്ക് അറിവില്ലായിരിക്കാം, ഇപ്പൊ നമുക്ക് കഴിവില്ലായിരിക്കാം, പക്ഷെ ആഗ്രഹം തരുന്നത് ആരാണ്? കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ പഠിച്ചില്ലേ 2 കാര്യങ്ങൾ, ദർശനങ്ങൾ തരും, സ്വപ്നങ്ങൾ തരും ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ തരുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ദർശനങ്ങളെ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹല്ലേലൂയ. അപ്പൊ ഇതിങ്ങനെ തരുന്ന സമയത്ത് ഹല്ലേലൂയ എന്ത് സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകളുണ്ടോ, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ചിലപ്പോൾ നമ്മൾ ഇതുപോലെ സ്വപ്നങ്ങളെ കാണും. ഞാനിങ്ങനെ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത്, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത്, ഞാനിങ്ങനെ സഭയുടെ മധ്യത്തിൽ നിൽക്കുന്നത്, ആളുകളോട് സംസാരിക്കുന്നത്, ഞാൻ ചില സ്ഥലങ്ങളിലേക്ക് പോയി മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത്, മറ്റുള്ളവരെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കൈവെക്കുമ്പോൾ അവർ സൗഖ്യമാകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുമ്പോൾ അവർ കണ്ണുനീരോടെ യേശുവിനെ സ്വീകരിക്കുന്നത്, അവർ ജീവിതത്തെ സമർപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്വപ്നങ്ങൾ കർത്താവ് നമുക്ക് തരും, ഇച്ഛ നമുക്ക് തരും, ആഗ്രഹങ്ങൾ നമുക്ക് തരും. പക്ഷെ ആരുടെ ഇത്ര ഇച്ഛകൾ, ഇത്തരം ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ ആരുടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്കൊരു കാര്യം ബോധ്യമാകുന്നത്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ മുകളിൽ ഒരു ബൗണ്ടറി ഉണ്ട്, എന്റെ മുമ്പിൽ ഒരു ബൗണ്ടറി ഉണ്ട്, എന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു അതിരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? നമ്മുടെ മുമ്പിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. എന്റെ കഴിവുകളെല്ലാം ലിമിറ്റഡ് ആണ്. എനിക്ക് ചുരുങ്ങിയ കഴിവുകളേ ഉള്ളൂ. എനിക്ക് പാടാൻ കഴിവില്ലല്ലോ, എനിക്ക് പ്രശംസിക്കാൻ കഴിവില്ല, എന്റെ ശബ്ദം നല്ലതല്ല, അല്ലെങ്കിൽ എന്റെ രൂപം നല്ലതല്ല, എന്റെ നിപ്പും നടപ്പും നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ മുടി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് മുടി ഇല്ല, അല്ലെ എന്റെ മുടി ചുരുണ്ടതാണ്, അല്ലെ എന്റെ മുടി നീണ്ടതാണ്. ഹല്ലേലൂയ. അല്ലെ എന്റെ മുടി എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ചെമ്പിച്ചതാണ്, അല്ലെങ്കിൽ കറുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ പല വിധമായിട്ടുള്ള ലിമിറ്റേഷൻസ് നമ്മുടെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ പറയും, നമുക്ക് ഐ ഹാവ് ലിറ്റിൽ തിങ്സ് ഇൻ മീ. എനിക്ക് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ചിലപ്പോൾ ഒരു കഴിവില്ല, എനിക്കൊരു ഒന്നുമില്ല, ഒരു ക്വാളിറ്റി എനിക്കില്ല, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് നല്ല കുടുംബ പശ്ചാത്തലം ഇല്ല, എനിക്ക് നിറവില്ല. ഹല്ലേലൂയ. എനിക്ക് വലിപ്പമില്ല. ഹല്ലേലൂയ. എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാ, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെ എല്ലാം ഉള്ള ലിമിറ്റേഷൻസ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വരും. ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ വരും. ആ ലിമിറ്റേഷൻസ് പലപ്പോഴും വരുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളിലൂടെയാണ്, ചുറ്റുപാടുള്ള മനുഷ്യരിലൂടെയാണ്. അവർ പറയും, നിന്റെ നിറം ഇങ്ങനെയാണ്, നിന്റെ വലിപ്പം ഇങ്ങനെയാണ്, നിന്റെ പല്ല് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മൂക്ക് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചെവിയുടെ വലിപ്പം ഇങ്ങനെയാണ്, നിന്റെ കണ്ണിങ്ങനെ. ഹല്ലേലൂയ. അങ്ങനത്തെ കണ്ണാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോരോ പേര് ആൾക്കാർ പറയല്ലോ. അതല്ല, ഈ ലിമിറ്റേഷൻ ഇടുന്ന ആരാണ്? ദൈവമല്ലേ ലിമിറ്റേഷൻ ഇടുന്നത്. ദൈവമാണ് നിങ്ങൾ എന്നെ ഹല്ലേലൂയ മെനഞ്ഞത് ആ രീതി. പക്ഷെ ഹല്ലേലൂയ ആളുകൾ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സാഹചര്യം എപ്പോഴും എന്ത് ചെയ്യുന്നത്? യേശു രക്തം ജയം. നമ്മുടെ സാഹചര്യം എപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ സാഹചര്യം നമുക്ക് അങ്ങനത്തെ ലിമിറ്റേഷൻസ് നമ്മളെ ഇടും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമുക്ക് അപ്രൂവൽ കിട്ടുന്ന, നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഒരു കാര്യം ഞാനും അറിയണം ദൈവം ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു കാര്യം അറിയണം, ഈ ബൗണ്ടറികളെല്ലാം ഇടുന്നത് മനുഷ്യരാണ്. ഈ ബൗണ്ടറികൾ എല്ലാവരും, ചിലർ നമ്മളോട് സ്നേഹം എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്നേഹം ഭാവിച്ചാണ് ഈ പല ലിമിറ്റേഷൻസും പല ബൗണ്ടറീസും നമ്മുടെ ജീവിതത്തിൽ ഇടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനം 16 നമ്മൾ എടുത്താൽ, സങ്കീർത്തനം 16 എടുത്താൽ ഹല്ലേലൂയ, അവിടെ നമുക്ക് ഈ ബൗണ്ടറികളുടെ മുകളിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 16:6 ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്താണ് സങ്കീർത്തനം 16:6 പറയാണ്? എന്താണ് സങ്കീർത്തനം 16:6 പറയാണ്? ഹല്ലേലൂയ. അളവു നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മുമ്പോട്ട് പോകണം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കണം ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ഞാൻ പ്രവചനാത്മകമായി ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വചനം പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് അളവു നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. സങ്കീർത്തനം എഴുതിയിരിക്കുകയാണ്. ആരാ? ദാവീദാ പറഞ്ഞേ. ദാവീദ് പറയാണ്, എന്താണ്? അളവു നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഹല്ലേലൂയ. അളവു നൂൽ എനിക്ക്. ഹല്ലേലൂയ. സങ്കീർത്തനം 16:6 പറയാണ്, അളവു നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറയാണ്ട്, അളവു നൂൽ എനിക്ക് ഹല്ലേലൂയ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
Praise the Lord. ദൈവത്തിന്റെ വചനം പറയാണ്, സങ്കീർത്തനം 16:6 പറയാണ്, ഹല്ലേലൂയ, the lines have fallen to me in pleasant places. ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടി. അളവ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? അളവുകാരൻ സ്ഥലം അളക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അളവുകാരനെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഈ അളവുകാരൻ വരുമ്പോൾ ഹല്ലേലൂയ, അയാൾ എന്തു പറയും? ടേപ്പ് പിടിക്കാൻ പറയും. അയാൾ ടേപ്പ് പിടിക്കും. പിന്നെ എന്താ പറയുക? കയറെടുത്തുകൊണ്ട് വരാൻ പറയും. ആലരി എന്നിട്ട് എന്ത് ചെയ്യുക? കുറ്റി അടിച്ചിട്ട് ആലരി നമുക്ക് വേണ്ടിയിട്ടുള്ള അളവ് നൂൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് സങ്കീർത്തനം 16:6 നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾ പറയണം. എന്റെ പിന്നാലെ നിങ്ങൾ പറഞ്ഞാട്ടെ, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, തീർന്നില്ല. അതെ. ദാവീദ് വീണ്ടും അത് അഫേം ചെയ്യണം, കൺഫേം ചെയ്ത് പറയണം, അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, അതെ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ബൗണ്ടറി ഇടാൻ നോക്കുമ്പോൾ, ലോകം നമ്മളെ ലിമിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ, ലോകം നമ്മളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, അല്ല, നിനക്ക് വേണ്ടി ഒരളവൊന്നും വീണിട്ടുണ്ട്. ഇന്ന് പ്രവചനാത്മകമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഭൂമി അളക്കാനുള്ളവര് ഈ നാളുകളിൽ നിങ്ങൾ അളക്കും. പ്രൈസ് ദി ലോർഡ്. അളവൊന്നും നിങ്ങൾക്ക് വേണ്ടി വീണിരിക്കും. അളവൊന്നും നിങ്ങൾക്ക് വേണ്ടി വീണിരിക്കുന്നു. ഹല്ലേലൂയ. വീഴും എന്നല്ല. ഹല്ലേലൂയ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. യേശു രക്തം ജയം. ഹല്ലേലൂയ. നന്ദി കർത്താവേ എന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, എനിക്ക് അളവുനൂൽ എനിക്ക് വേണ്ടി മനോഹര ദേശത്ത് വീണതിന് നന്ദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കുകയാണ്. അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയാണെങ്കിലും ഭവനമാണെങ്കിലും വാഹനമാണെങ്കിലും പുതിയ ടെറിട്ടറികളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ലഭിക്കേണ്ട അവകാശമായിട്ടുള്ള ചിലത് ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഓ സ്തോത്രം. ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് പറയാം, ദൈവം നമ്മുടെ ലിമിറ്റേഷൻസിനെ, ദൈവം നമ്മുടെ ബൗണ്ടറികളെ മാറ്റുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ലായ്മ, നമ്മൾ പറയും നമുക്ക് കഴിവില്ല, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകാനായിട്ട് ഒന്നുമില്ല, സമ്പത്തില്ല, പണമില്ല, ഹല്ലേലൂയ, പാരമ്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വചനം പറയാം, ഹല്ലേലൂയ, നമുക്ക് കഴിവോ നമുക്ക് പണമോ ഒന്നും ആവശ്യമില്ല, ദൈവമാണ്. നേരത്തെ ഫിലിപ്പിലെ ലേഖനത്തിൽ നമ്മൾ വായിച്ചില്ലേ, ഫിലിപ്പ് 2:13 നമ്മൾ വായിച്ചില്ലേ, ദൈവം നമ്മളിൽ വസിക്കുന്ന ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിൽ ഉള്ള ദൈവമാണ്, നമ്മളിലുള്ള ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ്, നമ്മളിലുള്ള കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ വചനം പറയാണ്, എന്താണ് പറയുന്നത്? ആവർത്തന പുസ്തകം 32:30 ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ഒന്നുമില്ലാത്ത മനുഷ്യരെ എടുത്ത്, ദൈവ സാധാരണ മനുഷ്യരെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആവർത്തനം 32:30 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവർത്തനം 32:30 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ പാറ അവരെ വിറ്റുകളയുകയും യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കൂടെ പാറയായിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ബലവും സങ്കേതമായിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയാണ്, അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരുവൻ 1000 പേരെ ഓടിക്കും, 10,000 പേരെ ഓടിക്കും. 1 will chase 1,000, 2 will chase 10,000. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഒരാളാണെങ്കിൽ 1000 പേരെ തോൽപ്പിക്കാനായിട്ട് കൃപ, കഴിവ്, അഭിഷേകം ദൈവം അവന്റെ മേൽ പകരും. 2 പേരാണെങ്കിൽ എന്ത് ചെയ്യും? 10,000 പേരെ പിന്തുടരുവാൻ, തോൽപ്പിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ബൗണ്ടറികളെ വിശാലമാക്കും. ശത്രുവിനെ ദൈവം തകർത്തു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു ഹല്ലേലൂയ പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത, കർത്താവ് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വൈരിയുടെ പകന്റെ മുമ്പിൽ ഹല്ലേലൂയ മേശ ഒരുക്കുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഉയർത്തുന്ന ദൈവമാണ്, മാനിക്കുന്ന ദൈവമാണ്, നന്മകളെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നമ്മളോട് പറയാണ്, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സങ്കീർത്തനം 2:8 നമുക്കറിയാലോ. കർത്താവ് പറയാം, എന്നോട് ചോദിച്ചു കൊള്ളുക,
ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റത്തോളം കൈവശമായി തരും. ആസ്ക് മീ. പ്രൈസ് ദി ലോർഡ്. എന്നോട് നീ ചോദിക്ക്. ഞാനിത് പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം, നിങ്ങളുടെ ഹൃദയത്തിലെ ദർശനം, നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവ് തന്നാണ്. ദയവായിട്ട് അത് നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ മടുത്തു പോകരുത്, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. എനിക്കിന്ന് കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹല്ലേലൂയ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വണങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നമ്മൾ വസിക്കുന്ന ദൈവമാണ്. അല്ലെ തന്റെ ഫോർ ഹിസ് ഗുഡ് പ്ലഷറാണ്. അവന്റെ ഹല്ലേലൂയ അവന്റെ ഗുഡ് പ്ലഷറിനായി, അവന്റെ ഹിതത്തിനായി, അവന്റെ ഇഷ്ടത്തിനായിട്ട് കർത്താവാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവ് ഹല്ലേലൂയ നിങ്ങളുടെ എൻ്റെ ജീവിതത്തെ തന്നിരിക്കുന്ന സ്വപ്നങ്ങളെ, ദർശനങ്ങളെ വിട്ടുകളയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബൗണ്ടറികളെ ദൈവം മാറ്റും. ആ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജനങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, ദേശങ്ങളിൽ പോകുവാൻ, കുടുംബങ്ങളിൽ പോകുവാൻ, ചുറ്റുപാടുകളിൽ പോകുവാൻ, ഹല്ലേലൂയ രാജ്യങ്ങളിൽ പോകുവാൻ ആരൊരു ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നത്. എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റും. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിനോദുള്ള എന്നോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ ഒരുമനപ്പെട്ടാട്ടെ. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബൗണ്ടറി ലൈൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വീഴുന്ന മെഷറിംഗ് ലൈൻ ഹല്ലേലൂയ കർത്താവേ, അനേകർക്ക് വേണ്ടി വീണിരിക്കുക. സ്തോത്രം. ഓ വീണിരിക്കുക. നന്ദി. വിശ്വാസത്തോടെ നന്ദി പറഞ്ഞാട്ടെ. എനിക്ക് വേണ്ടി മെഷറിംഗ് ലൈൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. അതിനായിട്ട് നന്ദി. അളവുന്നൂൽ എനിക്ക് വേണ്ടി വീണതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിനായി നന്ദി. മഹത്വം പൊഴിച്ച് അങ്ങേ കർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗ്ഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ഹൃദയത്തിലെ വിഷയങ്ങളെ, അവർ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ, സാഹചര്യങ്ങളെ ഞങ്ങൾ തിരുമുമ്പാകെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്ത പ്രകാരം ആലരി ഉയർത്തുമെന്നും വിടുവിക്കുമെന്നും ആലരി അതിരുകളെ വിശാലമാക്കുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തെ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹം പോലെ ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ശത്രുവിട്ടിരിക്കുന്ന ബൗണ്ടറികൾ യേശുവിനത് ഉടഞ്ഞു പോകട്ടെ. മറ്റു മനുഷ്യരിട്ടിരിക്കുന്ന ബൗണ്ടറികൾ ഉടഞ്ഞു പോകട്ടെ. സ്വയമായിട്ടിരിക്കുന്ന ആ ബൗണ്ടറികൾ യേശുവിനത് ഉടഞ്ഞു പോകട്ടെ. യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും സമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്നുള്ള വചനം നിറവേറേണ്ടതിനായി റിലീസ് ചെയ്യും. അനുഗ്രഹിക്കുന്ന കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ നന്ദി. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. ഇന്ന് വൈകുന്നേരം സൂം മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച ചർച്ചിൽ ആരാധനയുണ്ട്. നിങ്ങൾ ക്ഷണിക്കുന്നു. ദയവായിട്ട് കടന്നു വരിക. ഗോഡ് ബ്ലസ് യു.